ഹായ് ഫ്രണ്ട്സ്, പുതുമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനീർ ബിരിയാണിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് മുന്നായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കനുണ്ട്, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ കാണാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് അധികം സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് അരി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ കൈമ റൈസാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. ഈ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ പനീർ എങ്ങനെയാണ് മാരിനേറ്റ് ചെയ്യുന്നത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിൽ ഒരു 1/2 ഗ്ലാസ് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മേത്തി ലീഫ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിടാം. എന്നാലേ ഇതിൻ്റെ മണം നല്ലപോലെ ഫീൽ ചെയ്യത്തുള്ളൂ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിന് വേണ്ടിയിട്ട് 200 ഗ്രാം പനീർ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പനീർ ഒന്നും ഉടഞ്ഞു പോവാതെ വേണം നമുക്ക് നല്ലപോലെ ഇത് കോട്ട് ചെയ്തെടുക്കാൻ. പതുക്കെ അങ്ങ് കോട്ട് ചെയ്തെടുക്കാം. എല്ലാ പനീർ പീസിലും ഈ മിക്സ് കോട്ടായി കിട്ടണം. ഇപ്പം നല്ലപോലെ പനീർ കോട്ടിങ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ അരി വേവിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് സ്പൈസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. സ്പൈസസ് എല്ലാം മുഴുവനോടുകൂടി ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് കുതിർത്ത് വെച്ച അരി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഒന്ന് ചൂടായതിനു ശേഷം അരി ഇട്ട് കൊടുത്താൽ മതി. അരി കുതിർത്ത് വെച്ചതുകൊണ്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അരി വെന്ത് കിട്ടും. ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്യുവാണ്. ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ചോറ് ഒട്ടും തന്നെ ഒട്ടാതെ നമുക്ക് കിട്ടും. അരി ഒരു 1/4 പരുവത്തിന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ അരി നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആവാറായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഈ ചോറൊന്ന് ഊറ്റി മാറ്റി വയ്ക്കാം. ചോറൊരു 1/4 പരുവം വെന്ത് കിട്ടിയാൽ മതി കേട്ടോ നമുക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ, 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊന്ന് ചൂടായതിന് ശേഷം ഒരു 2 സവാള എടുത്ത് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അതുകൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഞാനൊരു 2 തക്കാളി എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി അങ്ങനെ ഒരുപാട് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നു വേണ്ട, ഈ ഒരു സൈസിൽ അങ്ങ് കട്ട് ചെയ്ത് ഇടാം. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കുവാണ്. അതുകൂടി ഇട്ട് കൊടുക്കുകയാണ്. എരിവൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് പുതിന ഇല കൂടി ആഡ് ചെയ്യുവാണ്. പിന്നെ കുറച്ച് മല്ലിയില കൂടി നമുക്ക് ഇതിലേക്ക് ഇടാം. നമുക്കിനി ഇതെല്ലാം കൂടി പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച പനീർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ആ മസാലയോടുകൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് 2 മിനിറ്റത്തേക്ക് പനീർ ഒന്നും ഉടയാതെ തന്നെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി നല്ല കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ചോറ് കൂടി ഇട്ട് കൊടുക്കാം. ചോറ് ഞാനൊരു 1/4 പരുവത്തിനെ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി നമുക്ക് ഇത് ചെറുതീയിൽ ആവി കയറ്റുമ്പോൾ ബാക്കിയുള്ള ചോറ് നല്ല കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടും. ഞാനിപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തേക്കുവാണ്. ഇനി നമുക്ക് കുറച്ച് മല്ലി ഇലയും പുതിന ഇലയും കൂടി ഇതിൻ്റെ പുറത്തിടാം. ഞാൻ ഒരു സവാള എടുത്ത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്കൊരു ഫോയിൽ പേപ്പർ ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഈ അടപ്പ് വെച്ച് നല്ല ടൈറ്റായിട്ട് അങ്ങ് അടച്ചിട്ട് ഒരു 5-6 മിനിറ്റ് സിമ്മിൽ തന്നെ അങ്ങ് ഇട്ട് ആവി കയറ്റാൻ നോക്കുക. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം ബിരിയാണി കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. പനീറൊന്നും പൊട്ടിപ്പോകാതെ പതുക്കെ അങ്ങ് ഇളക്കുക കേട്ടോ. പനീറൊക്കെ പീസായിട്ട് തന്നെ കിടക്കുവാണ്. ഇപ്പോൾ ബിരിയാണിയുടെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കണ്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്.
കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ബിരിയാണിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതുമാസ് കിച്ചണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.